ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതായത് അവകാശിയാകുന്നവൻ വരുവോളും 7 മടങ്ങ് ശിക്ഷാകാലം. എത്ര കാലമാണ് 7 മടങ്ങെന്ന് പറഞ്ഞാൽ? ഇതാണ് ഈ അടുത്ത പോയിന്റ്. ഈ ഒരു കീ നമ്മൾ തുറന്നെടുത്താൽ നമുക്ക് കാണാൻ കഴിയും. BC 606 യഹൂദ രാജാവായിരുന്ന സെദക്കിയാവിന് നഷ്ടപ്പെട്ടു പോയ ഈ ടിപ്പിക്കൽ കിങ്ഡം അല്ലെങ്കിൽ ഈ സാദൃശ്യാർത്ഥ രാജ്യത്വം എന്നാണ് ഇനി മടങ്ങി വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം അവർക്ക് കൊടുത്ത ശിക്ഷ എല്ലാ കാലത്തേക്കുള്ളതല്ല, പിന്നെയോ 7 കാലത്തേക്കുള്ള ശിക്ഷയാണ്. 7 കാലത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 7 കാലം എന്ന് പറയുന്നത്, ഒരു കാലം എന്ന് പറയുന്നത് 1 വർഷമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. കാരണം സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലും പറയുന്നത്, യെഹെസ്കേൽ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ഒരു ദിവസത്തെ ഒരു സംവത്സരമായി കണക്കാക്കുകയാണ്. നിന്റെ ഓരോ ദിവസവും ഓരോ സംവത്സരത്തെ ഞാൻ ഒരു ദിവസമായി കണക്കാക്കുന്നത് ഞാൻ ശിക്ഷിക്കുമെന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നതിന് 1 വർഷമായി കാണണം. യഹൂദന്റെ 1 വർഷം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ 365 കാൽ ദിവസം പിന്നെ മില്ലി സെക്കൻഡ് അല്ല. അവൻ ചന്ദ്രമാസമാണ് യഹൂദൻ കണക്കാക്കുന്നത്. ചന്ദ്രവർഷമാണ്. ചന്ദ്രവർഷം എന്ന് പറയുമ്പോൾ അതിൽ 12 മാസങ്ങൾ, ഓരോ മാസത്തിലും 30 ദിവസങ്ങൾ. അപ്പൊ 13 36 1 വർഷം എന്ന് പറഞ്ഞാൽ 360 ദിവസങ്ങളാണ്. 360 ദിവസം. സംഖ്യാപുസ്തകം 14-34 എഴുതുക. യെഹെസ്കേൽ പ്രവചനം 14-34, യെഹെസ്കേൽ 4-ാം അധ്യായം 1 മുതൽ 8 വരെ. ഇത് കുറേ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് കണക്ക് മനസ്സിലാവും. അപ്പോ 1 വർഷം എന്ന് പറഞ്ഞാൽ 360 ദിവസങ്ങളാണ്. ഓരോ ദിവസവും ഓരോ വർഷമായിട്ട് ഈ പറഞ്ഞ വാക്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 7 മടങ്ങ് ശിക്ഷയാണ്. 7 ഗുണം 360. So 7 into 360 is equal to 2520 years. 2520 വർഷങ്ങൾ യഹൂദന് രാജ്യമില്ല, ഭൂമിയിൽ യഹോവയുടെ സിംഹാസനം സ്ഥാപിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ യഹോവയുടെ സിംഹാസനം വീണ്ടും തിരിച്ചു വന്ന് അവകാശമുള്ളവൻ ആ സിംഹാസനം തിരിക്കുവാൻ ഇനി 7 മടങ്ങ് 7 കാലങ്ങൾ കാത്തിരിക്കണം. 2520 വർഷം കാത്തിരിക്കണം. എവിടെയാണ് രാജ്യത്ത് നഷ്ടപ്പെട്ടത്? BC 606 നഷ്ടപ്പെട്ടത്. അപ്പൊ BC 606 നഷ്ടപ്പെടുന്ന രാജ്യത്തും ഒരു ഇന്റർവ്യൂ പീരീഡിലൂടെ കടന്നു പോവുകയാണ്. ആ ഇന്റർവ്യൂ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ ആ ഇന്റർവ്യൂ പീരീഡ് എത്രയാണെന്ന് നോക്കുകയാണ്. ഇന്റർവ്യൂ പീരീഡ് ബിറ്റ്വീൻ ദ ടിപ്പിക്കൽ കിങ്ഡം ആൻഡ് ഒറിജിനൽ കിങ്ഡം. അപ്പോൾ ഒറിജിനൽ കിങ്ഡത്തിനും ടിപ്പിക്കൽ കിങ്ഡത്തിനും ഇടയ്ക്കുള്ള ആ ഇട കാലഘട്ടം എന്ന് പറയുന്നത് 7 മടങ്ങാണ്. അതിപ്പോ നമ്മൾ കണ്ടു. 7 ഗുണം 360 2520 വർഷം. അപ്പൊ 2520 വർഷങ്ങൾ ലോകം ആരുടെ ഭരണത്തിലേക്ക് തള്ളപ്പെട്ടു പോകണം? യഹൂദന്റെ ഭരണത്തിലാണോ? യഹൂദന്റെ ഭരണം എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഭരണമാണോ? അല്ല. പിന്നെ ആരുടെ ഭരണമാണ്? ജാതികൾക്ക് അനുവദിച്ച ഭരണം. ബൈബിൾ തന്നെ ജാതികൾക്ക് അനുവദിച്ച കാലം എന്നാ പറയുന്നത്, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ജെന്റൈൽസ് എന്നാ പറയുന്നത്. ജാതികൾക്ക് ഭരണം വിട്ടുകൊടുത്തു, ലീസിന് കൊടുത്തു, പാട്ടത്തിന് കൊടുത്തു. ഈ ലോകത്തിലെ മനുഷ്യവർഗത്തെ മൃഗീയമായി ഭരിക്കുവാൻ, നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഭരിക്കുവാൻ ദൈവം വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ ഒരു നല്ല യഹൂദനാണ്. തന്റെ ജനത്തെ ഓർത്ത് അവൻ വിലപിക്കുകയാണ്. തന്റെ രാജ്യത്തെ രാജാവിനെ അവൻ പിടിച്ചു കെട്ടിക്കൊണ്ട് ചങ്ങലയിട്ട് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നു തടവിൽ. പക്ഷെ അദ്ദേഹം ഭരണത്തിലുണ്ടെങ്കിൽ അവനെ ഇറക്കിവിടാൻ കഴിയുന്നില്ല. ദിവസവും ദാനിയേൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും. തന്റെ പാപത്തിന് വേണ്ടിയും തന്റെ ജനമായ ഇസ്രായേലിന്റെ പാപത്തിന് വേണ്ടി മുട്ടുമേൽ ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ദാനിയേൽ തിരുവെടുത്ത് പറയുകയാണ്, ദൈവം അത്യധികം സ്നേഹിച്ച വാരിക്കൊള്ളുന്ന ഒരു പ്രിയങ്കരനായ മനുഷ്യനായിരുന്നു ദാനിയേൽ എന്ന് തിരുവെടുത്ത് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ സ്ഥാപിതമാകേണ്ട ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് മറ്റാരോട് പറയുന്നതിന് പകരം ദൈവം ദാനിയേലിനോട് തന്നെ പറഞ്ഞു കൊടുത്തു. ദാനിയേലിന് കൊടുത്തു ഈ പ്രവചനങ്ങള്. മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് മറച്ചു വെച്ചെങ്കിലും ഈ ഡീറ്റെയിൽസ് മുഴുവൻ ഈ പ്രിയങ്കരനായ ദാനിയേലിന് കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്പർശിച്ചിരിക്കുന്ന ഒരു കാര്യം ദാനിയേലിന്റെ ഒരു സംഭവമാണ്. ദാനിയേൽ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നപ്പോ ഒരു ദൂതൻ വന്ന് പറയുകയാണ്, ദാനിയേലേ, ദൈവത്തിന് പ്രിയങ്കരനായ പുരുഷ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തില് നിനക്ക് ഉത്തരം തരുവാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു, നിന്റെ കൽപ്പനയുമായി ഞാൻ വന്നിരിക്കുന്നു പറയുകയാണ്. അവൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ സ്വർഗത്തിലെ ദൈവം കൽപ്പന കൊടുത്തു ദൂതൻ ദാനിയേലിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, പ്രിയങ്കരനായ പുരുഷ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന നിന്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ നിനക്ക് ഉത്തരം തരുവാൻ കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. ദൈവം അത്രമാത്രം സ്നേഹിച്ച ദാനിയേൽ എന്ന് പറഞ്ഞ പ്രവാചകനിലൂടെ ഈ ദൈവിക സത്യം ദൈവം ലോകത്തിന് മുമ്പിൽ വിളമ്പി വെച്ചിട്ട് വർഷം എത്രയാണെന്നറിയാമോ? 2500 വർഷങ്ങൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. BC 606 ആ കാലഘട്ടത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാനിയേൽ നെബൂഖദ്നേസർ രാജാവിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് നമ്മൾ കാണുന്ന നമ്മുടെ ചിന്താവിഷയം. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഏറ്റവും മുകളിൽ 2-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള ഭാഗങ്ങളിൽ എന്താണ് വിവരിച്ചിരിക്കുന്നത് നോക്കുക.
രാജാവ് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത് നെബൂഖദ്നേസർ ചക്രവർത്തി, വെറും രാജാവല്ല, ചക്രവർത്തിയാണ് അദ്ദേഹം. അദ്ദേഹം ബാബിലോണി സാമ്രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം ഒരു രാത്രിയിൽ സ്വപ്നം കണ്ടു. നേരം വെളുത്തപ്പോ സ്വപ്നം മറന്നുപോയി. അദ്ദേഹം എത്ര ആലോചിച്ചിട്ട് സ്വപ്നം പിടികിട്ടുന്നില്ല. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 31 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുൻപിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച് കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ടത് നെബൂഖദ്നേസർ സ്വപ്നം കണ്ടുവെങ്കിലും അദ്ദേഹം മറന്നുപോയി. പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം രാജ്യത്തിലെ എല്ലാ വിദ്വാൻമാരെയും വിളിച്ചു. ഞാൻ കണ്ട സ്വപ്നം പറഞ്ഞു തരണം, ഞാൻ തന്നെ അർത്ഥവും പറഞ്ഞു തരണം. അവർ പഠിച്ചപടി പതിനെട്ട് നോക്കി, രാജാവേ, ഈ ലോകത്തിലെ ഒരു മനുഷ്യന് പോലും ഇങ്ങനെ പറയാൻ കഴിയില്ല. നീ സ്വപ്നം പറയാം, ഞങ്ങൾ അർത്ഥം പറയാം. നിങ്ങൾ ഒരു രാജാക്കന്മാരും ഈ മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നീ പിന്നെ ഇങ്ങനെ പറയുന്നത് എന്തിനാ ചോദിക്കണം. അവർ പറയും നിങ്ങൾ ചുമ്മാ നിങ്ങൾ ഓരോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞാൻ കൽപ്പിച്ചു പോയി, ഒരു രക്ഷയില്ല. നീ എന്റെ സ്വപ്നവും പറയണം, അർത്ഥവും പറയണം. ഇല്ലെങ്കിൽ നിന്നെയെല്ലാം ഞാൻ വെട്ടി ശകലങ്ങളാക്കി തീർക്കും, നിന്നെ കഷ്ണങ്ങളാക്കി തീർക്കും. മാത്രമല്ല നിങ്ങളുടെ വീടുകൾ ഞാൻ കുപ്പക്കുന്നുകളാക്കി മാറ്റുമെന്ന് പറയുകയാണ്. കൽപ്പന പുറപ്പെട്ടു. രാജ്യത്തിലെ മുഴുവൻ വിദ്വാൻമാരെയും ഈ കൽപ്പന ബാധിച്ചു. പട്ടാളം എവിടെ ചെന്നു? പട്ടാളം നമ്മുടെ ദാനിയേലിന്റെ അടുത്ത് ചെന്നു. രാജസന്നിധിയിൽ തന്നെയുണ്ട് ദാനിയേൽ. ദാനിയേലോട് പറഞ്ഞു, നിന്നെയും കൊല്ലും, വേറെ നിവൃത്തിയില്ല. അപ്പോൾ ദാനിയേൽ പറയുകയാണ്, ഞാൻ രാജാവിനെ കണ്ടിട്ട് വരുന്നു പറഞ്ഞു. ദാനിയേൽ രാജാവിനെ കണ്ടിട്ട് പറയുകയാണ്, ഗുരു, നീ കൊല്ലരുത്. നീ കണ്ട സ്വപ്നവും അർത്ഥവും ഞാൻ പറയാം, പക്ഷെ നീ അല്പസമയം എനിക്ക് തരണം. സമ്മതിച്ചു. ദാനിയേൽ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. എന്തായിരിക്കും ദാനിയേൽ ചെയ്തത്? അവിടെ പോയി ശുദ്രം വരെ ചെയ്തോ? കബഡി വെച്ച് നോക്കിയോ? ദാനിയേൽ തന്റെ ഏറ്റവും പ്രിയങ്കരായ സ്നേഹിതന്മാരായിരിക്കുന്ന ഹനന്യാവിനെയും അസരിയാവിനെയും മിശേലിനെയും വിളിച്ചു. സ്നേഹിതന്മാരെ, ഈ പ്രശ്നത്തിൽ ഞാനും നിങ്ങളും പെടാൻ പോവുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരെയും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം വന്ന് മുട്ടുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനോഹരമാണ്. ഒരുപക്ഷെ ഒരു ക്രിസ്ത്യാനിയിൽ ഞാനും നിങ്ങളും അനുവർത്തിക്കേണ്ട വളരെ മനോഹരമായ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. ദൈവത്തോട് ഇത്രമാത്രം അടുത്ത് ജീവിക്കുന്ന ദാനിയേലിനെ കാണുമ്പോൾ അത്ര സന്തോഷം തോന്നുന്നു. ദാനിയേൽ രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ദാനിയേലിനും കാണിച്ചു കൊടുക്കുകയാണ്. എന്താ കാണിച്ചു കൊടുക്കുന്നറിയാമോ? ഈ നെബൂഖദ്നേസർ കണ്ട ഇപ്പൊ വായിച്ചു കേട്ട ഈ സ്വപ്നവും ഈ സ്വപ്നത്തിന്റെ കൃത്യമായ അർത്ഥവും ദൈവം ദാനിയേലിനെ വെളിപ്പെടുത്തുകയാണ്. ദാനിയേലിൻ പിറ്റേ ദിവസം രാവിലെ സേനാധിപനോട് പറയുകയാണ്, എന്നെ എത്രയും രാജസന്നിധിയിൽ കൊണ്ടുപോകും, ഞാൻ രാജാവിനോട് പറയട്ടെ. ഉടനെ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. നമുക്ക് 2-ാം അധ്യായത്തിൽ ഇതൊക്കെ വായിക്കാൻ കഴിയും. അദ്ദേഹത്തെ രാജസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ ദാനിയേൽ രാജാവിനോട് പറയുകയാണ്, രാജാവേ, നീ കണ്ട സ്വപ്നവും അർത്ഥവും ഞാൻ പറയാം. ഇനി നമുക്ക് അതിന്റെ അർത്ഥം നമുക്ക് കേൾക്കാം. ദാനിയേൽ എഴുതിയ പുസ്തകം 2-ാമത്തെ അധ്യായത്തിന്റെ 36 മുതൽ 45 വരെ വാ. ഇതത്രേ സ്വപ്നം, അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതി ആക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജത്വവും സർവഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജത്വവും ഉത്ഭവിക്കും. 4-മത്തെ രാജത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെയൊക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽ വിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ? അത് ഒരു ഭിന്ന രാജത്വം ആയിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നത് പോലെ രാജത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും.
ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ? അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാണ്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ദാനിയേൽ പ്രവാചകനിലൂടെ അരുൾ ചെയ്യുകയാണ്, ഇവിടെ കണ്ട ഈ സ്വപ്നം സത്യമാണ്, അർത്ഥവും നിശ്ചയവും സത്യവുമാണ്. അപ്പോൾ എന്താണ് ഇവിടെ ദാനിയേൽ പ്രവാചകനോട് ദൈവം അരുൾ ചെയ്യുന്നത്? നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം വലിയൊരു ബിംബം, അതിശയകരമായ ഒരു ബിംബം, ഭയങ്കരമായ ഒരു മനുഷ്യ ബിംബം. ആ ബിംബത്തിന്റെ തല സ്വർണം കൊണ്ടുള്ളത്, നെഞ്ചും കൈകളും, കൈ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ നെഞ്ചും കൈകളും ഇങ്ങനെ ഇരിക്കും. ഈ നെഞ്ചും കൈകളും തങ്കം കൊണ്ടുള്ളത്, വെള്ളി കൊണ്ടുള്ളത്. അതിനുശേഷം വയറും അരയും താമ്രം കൊണ്ടുള്ളത്. അതിനുശേഷം കാല്, നമ്മൾ കാണുന്ന കാലും കാൽവിരലുകളും അത് പകുതി ഇരുമ്പ് കൊണ്ടുള്ളതും പകുതി കളിമണ്ണ് കൊണ്ടുള്ളതും. അതിനുശേഷം പറയുകയാണ്, കൈതൊടാത്ത ഒരു കല്ല് വന്ന് അതിന്റെ പാദത്തിൽ ആഞ്ഞടിച്ചിട്ട് എന്ത് ചെയ്തു? ആ ഇരുമ്പ് കൊണ്ടുള്ളതും താമ്രം കൊണ്ടുള്ളതും പൊന്നു കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതുമായ ഈ ശങ്കര സംവിധാനം മുഴുവനും പതിർപോലെ പറന്നുപോയി. പ്രിയപ്പെട്ടവരെ, കളത്തിലെ പൊടി പറന്നു പോകുന്നത് പോലെ, വേനൽക്കാലത്ത് പൊടി പറന്നു പോകുന്ന പോലെ അതിനെ പൊടി പറത്തി കളഞ്ഞു, തകർത്ത് കളഞ്ഞു. എന്നിട്ട് ഈ കല്ലെന്ത് ചെയ്തു? കല്ല് വളർന്ന് 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 ഭൂമിയിലെങ്ങും നിറഞ്ഞു. അതൊരു വലിയ പർവ്വതമായി തീർന്നു എന്നുള്ളതാണ് ഈ സ്വപ്നം. സ്വപ്നത്തിന്റെ അർത്ഥം പറയുകയാണ്, ഇത് നാല് സാമ്രാജ്യങ്ങളാണെന്നായി പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം പറഞ്ഞ തല, തിരുമനസ് നീ തന്നെയാണ് ഈ തല. പിന്നെ ആ വെള്ളി കൊണ്ടുള്ളതോ അത് ഇനി വരാനിരിക്കുന്ന രാജ്യമാണ്. അത് കഴിഞ്ഞുള്ള താമ്രം കൊണ്ടുള്ളതോ അത് വരാനിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇനി കളിമണ്ണ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉള്ളത് നാലാമത്തെ ഭാഗമോ അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. അതിലെ വിഭിന്നങ്ങളായിരിക്കുന്ന ആശയങ്ങളുള്ള രണ്ട് ഭിന്ന രാജ്യങ്ങൾ, കളിമണ്ണും ഇരുമ്പും പോലെ ചേരാത്തതുപോലെ തമ്മിൽ ഒരിക്കലും ചേരാത്ത വ്യത്യസ്തങ്ങളായിരിക്കുന്ന ആശയഗതികളുള്ള ഭിന്ന രാജ്യത്വമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ കൈതൊടാത്ത ഒരു കല്ല് വന്ന് അടിക്കുന്നതിന്റെ താല്പര്യമോ? അതാണ് 44-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൈതൊടാത്ത ഒരു കല്ല് വന്ന് എന്ന് പറഞ്ഞാൽ മനുഷ്യരാരുമല്ല അതിന്റെ പുറകിൽ. കൈതൊടാത്ത ഒരു കല്ലെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കൈയല്ല, മനുഷ്യന്റെ കൈകൾ അതിന്റെ പുറകിലില്ല. പിന്നെയോ ഒരു ഡിവൈൻ പവറാണ്, അത് ദൈവികമായിരിക്കുന്ന പവറാണ് എന്ന് പറയുകയാണ്. അത് 44-ാമത്തെ വാക്യത്തിൽ അതിന് ഉത്തരം പറഞ്ഞു. കൈതൊടാത്ത കല്ലിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? 44-ാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ കാണുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഈ പറഞ്ഞ ഈ മറ്റുള്ള 4 രാജാക്കന്മാരുടെയും സാമ്രാജ്യത്തിന്റെയും കാലത്ത് ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. ആ രാജ്യത്വം മറ്റു രാജ്യത്വങ്ങളെല്ലാം തകർത്ത് കളയും. ആ രാജ്യത്വം ഒരു ജാതിക്കും ഇനി ഏൽപ്പിക്കുകയില്ല. ആ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും സന്തോഷത്തോടെയാണ് നിൽക്കേണ്ടത്. ഈ ദുഷ്ട മൃഗങ്ങളുടെ സാദൃശ്യത്തിലൂടെ ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന മൃഗീയ ഭരണകൂടങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, അവയെല്ലാം തകർത്ത് കളത്തിലെ പൊടി പോലെ തകർത്ത് കളഞ്ഞിട്ട് ഈ ഭൂമിയിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യം ദൈവം സ്ഥാപിക്കുമെന്ന് കൈതൊടാത്ത ഒരു കല്ല് വന്ന് അടിക്കുന്നതിന് സാദൃശ്യത്തിൽ പറയുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു പർവ്വതം എന്നാണ് പറഞ്ഞത്, അല്ലയോ? ഈ കല്ല് വന്ന് അടിച്ച് കല്ല് എന്തായി തീരും? ഒരു പർവ്വതമായി തീരുമെന്നാണ് പറയുന്നത്. ഈ പർവ്വതത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ബൈബിൾ പർവ്വതത്തെ കുറിച്ച് എന്താണ് പറയുന്നത്? ബൈബിൾ എവിടെയെങ്കിലും പർവ്വതത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പർവ്വതമായി തീരുമെന്ന് പറയുകയാണ്. ഈ പർവ്വതമായി തീരാതെ വേറെ എന്തെങ്കിലും തീർന്നാൽ പോരായിരുന്നു. ഈ ബൈബിളിൽ നിന്നാണ് ഈ പർവ്വതം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പര്യായ പദമാണ് പർവ്വതം. ഇതെങ്ങനെയാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത്? സങ്കീർത്തന പുസ്തകം 24-ാം അധ്യായം നോക്കുക. ആദ്യം സങ്കീർത്തന പുസ്തകം 24-ാം അധ്യായത്തിൽ ദാവീദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? എവറസ്റ്റ് കൊടുമുടിയല്ല, നമ്മുടെ പൊന്മുടിയല്ല, സഖ്യപർവ്വതമല്ല, പിന്നെ എന്താണ്? ആൽസ് പർവ്വത നിരകളല്ല, പിന്നെയോ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പർവ്വതത്തെ കുറിച്ചാണ് പറയുന്നത്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? സങ്കീർത്തനം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സങ്കീർത്തനക്കാരൻ, എന്തറിയോ? യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? ഇനി യെശയ്യാ പ്രവാചകൻ ദൈവരാജ്യത്തെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഭാഷയുണ്ട്. യെശയ്യാ പ്രവാചകൻ 2-ാമത്തെ അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകളുടെ മേലെ ഉന്നതവുമായിരിക്കും. അനേക ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. പ്രിയപ്പെട്ടവരെ, ആ അധ്യായത്തിലേക്ക് നേരെ കണ്ണോടിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യമാകുന്ന മഹാപർവ്വതം ഈ ഭൂമിയിൽ എങ്ങനെയാണ് വരുന്നത്
യേശയ്യാ വിവരിക്കുകയാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഈ കൈതൊടാത്ത കല്ല്, ദാനിയേൽ കാണുന്ന കൈതൊടാത്ത കല്ല്, നെബൂഖദ്നേസർ സ്വപ്നത്തിൽ കാണുന്ന കൈതൊടാത്ത കല്ല്, ആ ബിംബമാകുന്ന മൃഗീയ ഭരണകൂടങ്ങളെയെല്ലാം തകർത്ത് കളഞ്ഞ് ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് പറയുകയാണ്. ശരി, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഇങ്ങനെ രാജാവിന്റെ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ ദാനിയേലിനൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഇസ്രായേൽ രാജ്യത്വം യഹോവയുടെ സിംഹാസനം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്ത ശേഷം ഭൂമിയിൽ യഥാർത്ഥ രാജ്യം സ്ഥാപിക്കുന്നതിന് ഇൻട്രീം പീരീഡിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. ഈ ഒരു യൂണിവേഴ്സൽ പവേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഭൂമിയിൽ, ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ ശക്തികൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് ഈ പ്രവചനത്തിലൂടെ കാണിച്ചത്, ഈ പ്രോഫറ്റിക് സിംബൽസിലൂടെ കാണിച്ചത്. പക്ഷെ ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. അതിന് മുമ്പായിട്ട് ദൈവം തന്നെ ഇച്ചിലൂടെ വിശദമായ ഒരു സ്വപ്നം ആർക്ക് കൊടുത്തു അറിയാമോ? ദാനിയേലിന് കൊടുത്തു. ഇത് നെബൂഖദ്നേസർ കണ്ട സ്വപ്നമല്ല ഈ പറഞ്ഞത്. ഈ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ കുറച്ചുകൂടി വിശദമാക്കിക്കൊണ്ട് ദൈവം ദാനിയേലിന് ഒരു സ്വപ്നം കൊടുത്തു. ദാനിയേലിന് നേരിട്ടൊരു സ്വപ്നം കൊടുത്തു. ഇതിന് ശേഷം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ ഒരു രാത്രി ഉറങ്ങുമ്പോൾ രാത്രി ദർശനങ്ങളിൽ ദാനിയേൽ ഒരു സ്വപ്നം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ പുരുഷനാണ് ദാനിയേൽ. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സംഭവിക്കാതിരിക്കുന്ന ഇത്രയേറെ രാഷ്ട്രീയ മാറ്റങ്ങളെ മറ്റു വേറൊരാളോട് പറയുന്നതിനേക്കാളും തന്റെ ഏറ്റവും സ്നേഹിതനായ ദാനിയേലിന് പറയാൻ ദൈവം തീരുമാനിച്ചു. ഒരു രാത്രിയിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദാനിയേൽ ലഭിക്കുന്ന ദർശനം എങ്ങനെയാണ്? 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ബാബേൽ രാജാവായ ബേൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞു പോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി. അതിന് മാനുഷ്യ ഹൃദയവും കൊടുത്തു. രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയില് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4-മതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അന്ന് അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളെ 3 വേരോടെ പറഞ്ഞു പോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം ദാനിയേലിന് നേരിട്ട് കൊടുത്ത ഒരു ദർശനമാണ്. ഇവിടെ നെബൂഖദ്നേസറിന് യാതൊരു സ്ഥാനവുമില്ല. ഇവിടെ ദാനിയേൽ രാത്രി ദർശനത്തിൽ കാണുന്ന ഒരു മനോഹരമായ, ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തെ ഇത്രമാത്രം സ്വാധീനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം ഇത്രമാത്രം പ്രോഫറ്റിക് സിംബലിലൂടെ മനുഷ്യ ചരിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു വേദഭാവം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രവചനീയമായിരിക്കുന്ന രീതിയിൽ 2500 വർഷങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട രാഷ്ട്രീയ ചരിത്രമാണ് ഇതിലൂടെ ദാനിയേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെ ദാനിയേൽ കാണുന്നത് എന്നറിയോ? രാത്രി ദർശനത്തിൽ ഞാൻ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൽ നേരെ വീശിയടിക്കുന്നത് ഞാൻ കണ്ടു. ബൈബിളിൽ ആദ്യം നമുക്ക് കാണാം. ഏറ്റവും ചുരുക്കി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ ബൈബിളിലെ വലിയ കാറ്റുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4 കാറ്റുകൾ വരുന്നു, 4 കാറ്റുകൾ. ഈ കാറ്റുകൾ ബൈബിളിൽ എതിരെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ബൈബിളിൽ കാണിച്ചിരിക്കുന്ന ഈ കാറ്റുകൾ അനർത്ഥങ്ങളെയാണ് കാണിച്ചിരിക്കുന്നത്, ഡിസ്ട്രക്ഷനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ഡിസ്ട്രക്ഷൻ നമുക്ക് ജെറമ്യാ പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയും. 36-37 വാക്യങ്ങളിൽ 4 കാറ്റുകളും സമുദ്രത്തിൽ 4 അടിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്ന നാശങ്ങളെയാണ്. ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുമ്പോൾ അത് പിടിയിട്ടു. സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണുന്ന സമുദ്രം, ഏത് സമുദ്രത്തിൽ നിന്നാണ് ഈ മൃഗങ്ങൾ കയറി വരുന്നത്? അറബിക്കടലിൽ നിന്നാണോ വരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നാണോ വരുന്നത്? പസഫിക് ഓഷ്യനിൽ നിന്നാണോ വരുന്നത്? ഏത് സമുദ്രത്തിൽ നിന്നാണ് ഈ മൃഗങ്ങൾ കയറി വന്നത്? ഞാൻ വലിയൊരു സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടു. അല്ല, ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ ബദറെ? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 2-3 ഭാഗമാണ് ഞാൻ പറയുന്നത്. ജെറമ്യാ 49-ാം അധ്യായം 36-37 വാക്യങ്ങൾ. അവിടെ കാറ്റ് എന്താണെന്ന് പറയുന്നത്? കാറ്റ് ഡിസ്ട്രക്ഷനെയാണ് കാണിക്കുന്നത്, നാശത്തെയാണ് കാണിക്കുന്നത് കേട്ടോ. ശരി, അപ്പൊ മഹാസമുദ്രം എന്ന് പറയുന്നത്, ഈ സമുദ്രം എന്താണെന്ന് കാണിക്കുന്നത്?
ഈ സമുദ്രം എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം വെളിപാട് പുസ്തകത്തിലേക്ക് പോവാം. വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തില് വലിയ സമുദ്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. വരുവിൻ ഞാൻ പെരുവെള്ളത്തെ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. മനുഷ്യ മഹാസമുദ്രത്തെ കുറിച്ച് പറയുകയാണ്. ഇത് സീ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറയും. മനുഷ്യ മഹാസമുദ്രം എന്ന് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എവിടുന്നാണ് ഈ മൃഗങ്ങളൊക്കെ കയറി വരുന്നത്? എവിടുന്നാണ്? ഇത് മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് വരുന്നത്. ഈ മനുഷ്യ മഹാസമുദ്രമാകുന്ന ഭൂമിയിൽ ജീവിക്കുന്ന അനേക ജാതികളിൽ നിന്ന് വരുന്ന മൃഗങ്ങളാണിവ. ഇത് സാധാരണ മൃഗങ്ങളല്ല, ഇവ ഭരണകൂടങ്ങളാണെന്ന് പറയുകയാണ്. ഈ മൃഗങ്ങൾ എന്ന് പറയുന്നത് ഭരണകൂടങ്ങളാണ്. ആണോ? ദാനിയേൽ പുസ്തകം 7:17 പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വായിച്ച അതേ ചാപ്റ്ററിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. 7-ാം അധ്യായം 17-ാം വാക്യം. ആ 4 മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ മൃഗങ്ങൾ അല്ലെങ്കിൽ ബീസ്റ്റ് എന്ന് പറയുന്നത് ബൈബിളിൽ പ്രോഫറ്റിക് സിംബൽ അനുസരിച്ച് ബീസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ രാജാവാകാം അല്ലെങ്കിൽ രാജ്യത്വമാകും. ഒന്നുകിൽ രാജാവോ അല്ലെങ്കിൽ രാജ്യമോ ആകാം, കിങ് ഓർ കിങ്ഡം ആകാം. അപ്പോൾ ഇവിടെ ദാനിയേൽ വളരെ വ്യക്തമായി പറഞ്ഞു, ഇത് 4 രാജാക്കന്മാരാകുന്നു, അല്ലെങ്കിൽ 4 സാമ്രാജ്യങ്ങളെയും 4 രാജാക്കന്മാരെയും കുറിക്കുവാനുള്ളതാണ് ഈ 4 മൃഗങ്ങൾ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2520 വർഷം നമ്മളിപ്പോ കണക്കുകൂട്ടി. സാദൃശ്യാർത്ഥ സിംഹാസനം നീക്കപ്പെടുന്ന BC 606 മുതൽ 2520 വർഷമാകുന്ന 7 കാല ശിക്ഷ തീരുന്നത് വരെയുള്ള ഈ ഇത്രയും പീരീഡിൽ ഈ ഭൂമിയിൽ ആരൊക്കെ ഭരിക്കും, എന്തൊക്കെ സാമ്രാജ്യങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും, മനുഷ്യർ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടും, മനുഷ്യരുടെ മേൽ എങ്ങനെ അധികാരം നടത്തപ്പെടുമെന്ന് കാണിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പ്രിയങ്കരനായ മനുഷ്യനാകുന്ന ദാനിയേലിന് കൊടുത്ത പ്രവചനത്തിൽ ദാനിയേൽ പറയുകയാണ്, ഞാൻ 4 മൃഗങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് കയറുന്നത് കണ്ടു. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ തന്നെ ഉണ്ടായി വന്നാണ് ഈ രാജ്യത്വങ്ങൾ. വേറെ ഒന്നും മണ്ണല്ല. ഇത് മനുഷ്യരുടെ തന്നെ അഹങ്കാരത്തിൽ നിന്ന്, മനുഷ്യരുടെ തന്നെ ആർത്തിയിൽ നിന്ന്, മനുഷ്യരുടെ തന്നെ മൃഗീയ സ്വഭാവത്തിൽ നിന്ന് ഉടലെടുത്ത സാമ്രാജ്യങ്ങളാണ്. അത് വലിയ കാറ്റോട് കൂടിയാണ് വരുന്നത്. അത് വലിയ നാശത്തോടു കൂടിയാണ് വരുന്നത്. ഒരു സാമ്രാജ്യം ഈ ഭൂമിയിൽ ലോക ജനാവലിക്ക് എന്ത് കൊടുത്തില്ല? ഒരു നന്മയും കൊടുത്തില്ല. എല്ലാ സാമ്രാജ്യങ്ങളും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭരിച്ചു, മനുഷ്യനെ ചവിട്ടി ഭരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ 4 സാമ്രാജ്യങ്ങളെയും 4 മൃഗങ്ങളോടാണ് ഉപമിച്ചത്. എന്തുകൊണ്ടായിരിക്കും മൃഗങ്ങളോട് ഉപമിച്ചത്? ഈ മൃഗങ്ങളോട് ഉപമിക്കാതെ മറ്റെന്തിനോട് ഉപമിച്ചാൽ പറയായിരുന്നു?